നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ളതാണ് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങെന്ന തിരിച്ചറിവ് യെച്ചൂരിക്കുണ്ടെന്ന് സമസ്ത മുഖപ്രസംഗം. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ലിറ്റ്മസ് ടെസ്റ്റാണ് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങെന്ന തിരിച്ചറിവ് സീതാറാം യെച്ചൂരിക്കുണ്ടെന്നും അതുകൊണ്ടാണ് ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് തലയുയർത്തി പറയാൻ യെച്ചൂരിക്ക് ത്രാണിയുണ്ടായതെന്നും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ പറയുന്നു. ആ ആർജവവും സ്ഥൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നതെന്നും അതല്ലാതെ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയത്തിൻ്റെ തറ അടക്കം മാന്തിയെറിഞ്ഞ് അവിടെ മുഷ്കുമടക്കി സ്ഥാപിച്ച ആരാധനാലയത്തിൻ്റെ കുറ്റവുശിക്ക് തങ്ങൾ പങ്കെടുക്കുമെന്നോ ഇല്ലെന്നോ പറയാതെ പറയുന്ന ആശയക്കുഴപ്പത്തിലേക്ക് ഒട്ടകപക്ഷിയെപ്പോലെ തല പൂഴ്ത്തുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടതെന്നും മുഖപത്രത്തിൽ വിമർശിക്കുന്നു. പള്ളി പൊളിച്ചിടത്ത് കാലുവെക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടോടെയാണ് സുപ്രഭാതം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനെ തകർച്ചയിലേക്ക് നയിച്ചത്. ഇത് അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ന്യൂനപക്ഷങ്ങളിൽ ആശങ്ക ഉളവാക്കുന്നു. പള്ളി പൊളിച്ചിടത്ത് കാലുവെക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടോടെയാണ് സുപ്രഭാതം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനെ തകർച്ചയിലേക്ക് നയിച്ചത്. ഇത് അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ന്യൂനപക്ഷങ്ങളിൽ ആശങ്ക ഉളവാക്കുന്നു. BJPയെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അവർക്ക് വിശ്വാസമുള്ള മറ്റു ബദൽ പ്രസ്ഥാനങ്ങളിൽ അഭയം തേടുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കണമെന്നാണ് കോൺഗ്രസ് നിലപാട്. ഈ മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ് 36 വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയെ ഇന്നത്തെ നിലയിലെത്തിച്ചെന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് ഓർമ്മയില്ലെങ്കിലും രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലെങ്കിലും ഒരു പുനർചിന്തനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ 2024-ലും BJP തന്നെ രാജ്യം ഭരിക്കും. രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്ര പുസ്തകങ്ങളിൽ ചവറു മാത്രമായി ഒതുങ്ങുമെന്നും സുപ്രഭാതം വിമർശിക്കുന്നു.